ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനും മനുവും അലീനയും കൂടെ തിരിച്ച് വീട്ടിലോട്ട് വരാൻ കേട്ടോ. ആ സമയത്ത് ബാലേന്ദ്രനാണെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ട് ഇവരോട് പറയുന്നുണ്ട്, ഞാൻ എവിടെ നിന്ന് തുടങ്ങിയതാ മനു, ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോയിട്ടില്ല, എല്ലാവരെയും സഹായിച്ചിട്ടേ ഉള്ളൂ, ഞാൻ ആരോടും കടം വാങ്ങിയിട്ടില്ല, എല്ലാവർക്കും കൊടുത്തിട്ടേ ഉള്ളൂ, എന്നാൽ എനിക്ക് തന്നെ ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് ആകെ ടെൻഷനാവാണ്. എന്നിട്ട് പറയും, ചമാത്തി നിർത്തുമെന്ന്. പക്ഷേ നമ്മുടെ ബാലേന്ദ്രൻ്റെ മനസ്സിൽ അത്രയും വിഷമമുള്ളതുകൊണ്ടാണല്ലേ ഈ പറയുന്നത്. ഞാൻ എന്തൊക്കെ വിചാരിച്ചിരുന്നു, എനിക്ക് ഭാര്യയുണ്ട്, കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, നല്ല വീടുണ്ട്, കാറുണ്ട്, ആഡംബര ജീവിതമുണ്ട്, എന്തെല്ലാം വിചാരിച്ചു. പക്ഷേ ഒന്നുമില്ല മനു, ഞാൻ ഒറ്റയ്ക്കാണ്, ആരുമില്ല എൻ്റെ കൂടെ എന്നൊക്കെ ഭയങ്കര ഫീലിങ്ങോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനു ഇങ്ങനെ കേട്ടിരിക്കുക. എന്നിട്ട് പറയും, മനു അങ്കിളെ, നമുക്കേ കാറൊന്ന് നിർത്തിയാലോ, ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോയാലോ എന്ന്. പക്ഷേ നമ്മുടെ ബാലേന്ദ്രൻ ആ ഒരു ടെൻഷനോടുകൂടി തന്നെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ വണ്ടി. അങ്ങനെ നമ്മുടെ മനു വന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുന്നു, അങ്കിളെ എങ്കിൽ ഞാൻ പോയിക്കോട്ടെ എന്ന്. നിനക്ക് പോവാൻ ധൃതിയായോ? അതെ, ഞാനാകെ തളർന്നിരിക്കുക, താങ്ങുന്നവൻ അറിയത്തില്ല അതിൻ്റെ ഭാരം എന്താന്ന്, പക്ഷെ തളരുന്നവൻ അറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലേന്ദ്രൻ അങ്ങ് അകത്തേക്ക് പോവാട്ടോ. അപ്പോൾ നമ്മുടെ അലീനേൻ്റെ അടുത്ത് മനു പറയും, ഞാൻ പൊക്കോട്ടെ എന്ന്, ഒരു ചായ കുടിച്ചിട്ട് പോവാന്നേ എന്ന് പറയുമ്പോൾ മനു പറയും, ഒരു ചായ കുടിച്ച് നിന്നോട് ഒരുപാട് സംസാരിച്ചിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നു. എന്നോട് എന്താ ഇത്രമാത്രം സംസാരിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, പക്ഷേ ഇപ്പം അതിനുള്ള സമയമല്ല, നീയേ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണല്ലോ. രോഹിത് എന്ന പ്രശ്നം, ശരണ്യ, അങ്കിള്, ആൻറ്റി, ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അതൊക്കെ മറികടക്കാന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് മനുവേട്ടാന്ന്. നല്ലതാ, എങ്കിൽ പിന്നെ കാണാം എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്, എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ മനുവേട്ടനെ? എന്താ നീ അങ്ങനെ ചോദിച്ചേ? എന്തോ ഒരു പരിഭവം ഉള്ള പോലെ എന്ന് പറയുമ്പോൾ മനു പറയും, പരിഭവം ഉണ്ട്, പക്ഷേ ഇപ്പോൾ പറയുന്നില്ല, ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു അവിടുന്ന് സ്ഥലം കാലിയാക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മനു റിവേഴ്സിൽ അടിച്ചിട്ട് അലീനയ്ക്ക് ഒരു ടാറ്റൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അതിനുശേഷം ശിവൻ നമ്മുടെ ബാലേന്ദ്രനെ വിളിക്കുന്നു. അങ്ങനെ ശിവൻ ബാലേന്ദ്രൻ്റെ അടുത്ത് പോയ വിവരങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അവനെ കണ്ടതോട് കൂടിയിട്ട് എൻ്റെ മനസ്സമാധാനം കംപ്ലീറ്റ് പോയി, ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാനാണ് തോന്നുന്നത്, എന്നിട്ട് പോയോടത്തുനിന്ന് എന്തെങ്കിലും സംഭവിച്ച് ഇങ്ങോട്ട് വരാതിരിക്കണം, അതാ വേണ്ടത് എന്നൊക്കെ പറയണേ. ആ സമയത്ത് നമ്മുടെ ശിവൻ പറയും, നിൻ്റെ അവസ്ഥ തന്നെയാണ് എനിക്കും, പക്ഷെ ചില കാര്യങ്ങൾ കുറേ ടൈം എടുക്കും ശരിയാവാൻ വേണ്ടിയിട്ട്, നീ അതുകൊണ്ട് സമാധാനപ്പെട് ബാലേന്ദ്ര എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം ബാലേന്ദ്ര ഓരോന്ന് പറയുന്ന സമയത്ത് ശിവൻ പറയുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് കാലമല്ലേ ഇവിടെ നിൽക്കത്തുള്ളൂ, ഞങ്ങളൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ ബാലേന്ദ്രനല്ലേ ഇതൊക്കെ നോക്കി നടത്തേണ്ടത്, അപ്പോൾ ഇപ്പം സമാധാനത്തോടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ശിവന്റെ വിളിയൊക്കെ കഴിഞ്ഞ് ബാലേന്ദ്രൻ അവിടെ കിടക്കായിരിക്കും കേട്ടോ. ആ സമയത്ത് ബബിത കയ്യിലൊരു നോട്ടീസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് പതുക്കെ ചോദിക്കും, അച്ഛൻ രോഹിയേട്ടനെ കണ്ടോ, സംസാരിച്ചോ എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അവനെ ഞാൻ പോയി കണ്ടത് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന്, അത് അലീനയും കൊണ്ട് പോയതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ പറയും, അലീനയല്ല, അലീന ചേച്ചി എന്ന്. അലീന ചേച്ചിയെയും കൊണ്ട് പോയത് അത്ര പറ്റിയിട്ടുണ്ടാവില്ല, അലീന ചേച്ചിയുടെ മുന്നിൽ ഒരു ജെൽപ്പുള്ളിയായിട്ട് നിൽക്കുന്നത് രോഹിയേട്ടന് സങ്കടമാക്കിയിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ അവനല്ലേ സങ്കടം എന്നൊക്കെ പറയാൻ കേട്ടോ ബാലേന്ദ്രൻ. ആ സമയത്ത് ബബിത പറയും, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അലീനച്ചയും കൊണ്ട് അങ്ങോട്ട് പോയതെന്ന്, രോഹിയേട്ടനും ഇഷ്ടപ്പെട്ടിട്ട് കാണില്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാലം വരും, നിന്റെ അമ്മയ്ക്കടക്കം എന്ന് പറയുമ്പോൾ ബബിത പറയും, അതേതായാലും ഉണ്ടാവില്ല, അമ്മയുടെ മരണം വരെ എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പുച്ഛത്തോടെ ഒരു ചിരി ചിരിച്ചിട്ട് പറയും, നിനക്കേ എന്നാ അറിയും, നീ വെറും ശിശു. അന്നേരം ബബിത കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതെന്താ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ അഡ്രസ്സ് വായിക്കുമ്പോൾ വൈജയന്തിയുടെ ആയിരിക്കും. ഓ, വൈജ ആണല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങ് കീറി വായിക്കുകയാണ് കേട്ടോ. ഇതേ വക്കീൽ നോട്ടീസാ ഡിവോഴ്സിനുള്ള എന്നങ്ങ് പറയുന്ന നേരം നമ്മുടെ ബബിത ചോദിക്കും, അച്ഛൻ അറിയത്തില്ലായിരുന്നോ അമ്മ ഡിവോഴ്സ് നോട്ടീസ് അയക്കാനുള്ള പരിപാടിയിലാണെന്ന്? എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഗോവർദ്ധൻ മുഖേന ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയാനിട്ട് ബാലേന്ദ്രൻ. ഇത്ര പെട്ടെന്ന് അയക്കുന്നു ഞാൻ വിചാരിച്ചില്ല, എന്തായാലും കൊള്ളാം എന്ന് പറയുമ്പോൾ ബബിത പറയും, അമ്മ എല്ലാം തീരുമാനിച്ചിട്ട് തന്നെ അയച്ചത്, അതാരും അത്ര സീരിയസ് ആക്കി എടുത്തില്ല എന്ന്. അമ്മ വലിയൊരു കാര്യം ചെയ്ത പോലെയാണല്ലോ നിന്റെ സംസാരം എന്നൊക്കെ പറയുമ്പോൾ ബബിത വീണ്ടും പറയുന്നുണ്ട്, അമ്മയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അമ്മയുടെ ഭാഗത്താണ് ന്യായമുള്ളത് എന്ന് പറയുമ്പോൾ, നിർത്തടി, അമ്മയുടെ ന്യായം, അമ്മയുടെ സഹനം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എണീറ്റിട്ട് ചൂടാവാൻ കേട്ടോ ബബിയോട്. ജനിച്ച കാലം മുതൽക്കേ ഞാൻ അവളെ കാണുന്നതാ, ആ
എന്നോടാണോ നീ അവളെക്കുറിച്ച് പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബബിതയും തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ, ഞാനും ജനിച്ച മുതൽ എൻ്റെ അമ്മയെ കാണാൻ തുടങ്ങിയതാന്ന്. എന്നിട്ടാണോ അവൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ ചത്ത തവള പോലെ കിടക്കുന്നത്? എന്നിട്ടും തീരുന്നില്ലല്ലോ. അവിടെ കിടന്നുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ബബിത ചോദിക്കുന്നുണ്ട്, അലീനെ അച്ഛൻ ഇവിടുന്ന് പറഞ്ഞു വിടത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ കേട്ടോ നമ്മുടെ ബബി. അപ്പോൾ അലീന ചായയുമായിട്ട് കയറി വരുന്നു. അപ്പോൾ ദേഷ്യത്തോടെ ബബി അലീനയെ നോക്കിയിട്ടാണ് കേട്ടോ താഴോട്ട് പോകുന്നത്. അലീന ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ വീണ്ടും കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയായിരിക്കും. എന്താ അച്ഛാ, എന്തിനാ അച്ഛൻ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബഹളം ഉണ്ടാക്കിയില്ലല്ലോ എന്ന് പറയും. അവളെ ഷൗട്ട് ചെയ്ത് വിട്ടത് ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയതാന്ന് പറയാട്ടോ. കാര്യം പറയാൻ ഇത്രയും ഒച്ച വേണമെന്ന് ചോദിക്കുമ്പോൾ ചിലരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇത്രയും ഒച്ച വേണ്ടി വരും എന്ന് പറയുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബാലേന്ദ്രൻ അലീനയുടെ അടുത്ത് പറയാണ്, വൈജയന്തി നോട്ടീസ് അയച്ച കാര്യമൊക്കെ. അപ്പോഴാണെങ്കിൽ ബാലേന്ദ്രൻ ആകെ ഒരു വെപ്രാളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ തലയിലിങ്ങനെ തലോടി ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതിന് ശേഷം നേരെ വന്നിട്ട് നമ്മുടെ മനുവിൻ്റെ അടുത്ത് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ മനു പറയും, അറിഞ്ഞിരുന്നു, അമ്മയോ അച്ഛനോ പറഞ്ഞായിരുന്നു, കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്ന് പറയുന്നു. മനോട്ടാ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എന്തായാലും ഇപ്പോൾ ആ കാര്യത്തിൽ ഇടപെടില്ല, ഹരിയുടെ കാര്യമായിട്ട് നടക്കുമല്ലേ, കൊച്ചച്ഛനെ നോക്കാം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, കൊച്ചച്ഛനായിട്ട് അച്ഛൻ അത്ര രസത്തിലല്ല, എങ്കിലും ആരെങ്കിലുമൊക്കെ ഈ കാര്യം പറഞ്ഞിട്ട് ഒന്ന് കോംപ്രമൈസ് ആക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അത് നന്നായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ മനു പറയും, ഞാൻ കൊച്ചച്ഛനെ ഒന്ന് വിളിക്കട്ടെ അലീന, ഞാൻ ഫോൺ കട്ട് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നു കേട്ടോ. അതുവരെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. പക്ഷേ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ കൊച്ചച്ഛൻ വന്നിട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പിടി മുറുക്കിയിരിക്കുക കേട്ടോ. എന്തായാലും കോടതിയിൽ കാണാം. ഈ കഥയുടെ അറ്റത്തൊരു സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടല്ലോ, അയാൾ എന്തായാലും ഞാൻ ഇങ്ങ് വരുത്തും എന്ന് പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.